വണ്ടിയിട് എടാ നീ എന്തുപാടെ എന്നെ കൊടഞ്ഞിടാൻ നോക്കുന്ന എണ്ണ തങ്ങിക്കുന്നു കുറഞ്ഞിട്ട്. എടാ നീ എന്നാ എണ്ണ അടിച്ചത്? എനിക്ക് ഈ ഒരാഴ്ച മുമ്പുള്ള കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് ഓർമ്മ കിട്ടത്തില്ല. ഒരാഴ്ച മുമ്പെയാണോ നീ അപ്പൊ എണ്ണ അടിച്ച? 50 രൂപയ്ക്ക്. അതെന്തോ എല്ലാവർക്കും ഈ 50 രൂപ കണക്ക്? അത് ഈ സ്പ്ലെൻഡറിലൊന്നും 50 രൂപ കൂടുതൽ അടിക്കാൻ പാടില്ല. കുടിച്ചിട്ട് എഞ്ചിന്റെ ഇടയിൽ കയറും. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുമെന്നല്ലേ? നിങ്ങൾക്ക് വണ്ടിക്ക് എല്ലില്ലല്ലോ, എഞ്ചിനല്ലേ ഉള്ളു. ഓ ഒരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ഒളിച്ചോടാൻ നേരത്തെങ്കിലും ഈ പാട്ട വണ്ടിയിൽ വരരുത്. പാട്ട വണ്ടിയാ സ്പ്ലെൻഡർ. ഈ വണ്ടിയും കൊണ്ട് വരുമ്പോഴേ ബ്രേക്ക് പിടിച്ച ഈ പഞ്ചായത്തിലുള്ളവരെല്ലാം എണീക്കും. ബ്രേക്ക് വിത്ത് ഓണാ ഈ വണ്ടി. എടി R15 ഡൂക്കും ബുള്ളറ്റ് ഉള്ളവരൊക്കെ കണ്ണാപ്പികളെന്ന് വിളിക്കും. പക്ഷെ സ്പ്ലെൻഡർ ഉള്ളവരെ കണ്ണാപ്പിന്ന് വിളിക്കുവോ? ഇല്ല. അവരെ കണ്ണാപ്പിന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. അതുകൊണ്ടാ. എടി ഈ വണ്ടി പെട്രോൾ അടിക്കണ്ട, പമ്പിന്റെ സൈഡിൽ കൂടെ പോയാൽ മതി. ഫുൾ ടാങ്കാ, പിന്നെ അറ്റ പോക്കായിരിക്കും. എന്റെ അമ്മ അച്ഛൻ വീഴ്ത്തിയത് ഒരു സ്പ്ലെൻഡർ ഉപയോഗിച്ചിട്ടാ. എന്റെ അമ്മൂമ്മ അപ്പവും വീഴ്ത്തിയത് സ്പ്ലെൻഡർ ഉപയോഗിച്ചിട്ടാ. ദയവ് ചെയ്ത് എന്നെ ഈ കുഴിയിലോട്ട് വീഴ്ത്താൻ നോക്കല്ലേ. എടാ ഈ ഡ്യൂക്കിലും ബുള്ളറ്റിലും ഒക്കെ പോണേന്റെ ലുക്ക് ഈ സ്പ്ലെൻഡർ ഇരുന്നാ കിട്ടൂല. സോഹ എന്നെ നടു റോഡിൽ ഇട്ടിട്ട് പോവല്ലേടാ. നീ വല്ല ഡ്യൂക്കും ബുള്ളറ്റുള്ളവന്മാരൊക്കെ വിളിച്ചോണ്ട് വാ. ഞാൻ പോവോടാ, എനിക്ക് വേറെ ആൾക്കാരുണ്ട്. സോഹ സ്പ്ലെൻഡറും കൊണ്ട് വാടാ. നിനക്ക് സ്പ്ലെൻഡർ പുച്ഛമായിരുന്നല്ലോ. കുണ്ടി എല്ലാം പോച്ച്. ഇതിനകത്ത് കേറണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ സ്റ്റൂള് വേണം സോഹ. അവന്റെ വിചാരം ബാഹുബലിയാണ്. പോടാ അങ്ങോട്ട്. എത്തി സ്പ്ലെൻഡർ കൊണ്ട് വാടാ സോഹ. ഐ ലവ് സ്പ്ലെൻഡർ.